വിവിധ ഫോണുകളിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ടാക്സിക്ക് വ്യത്യസ്ത നിരക്കുകളെന്ന ആരോപണത്തിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആൻഡ്രോയിഡ്, ആപ്പിൾ ഫോണുകളിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഒരേ യാത്രയ്ക്ക് വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നുവെന്നായിരുന്നു ഉയർന്ന ആരോപണം. ഇതിന് പിന്നാലെയാണ് കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ റൈഡ് ആപ്പുകളെക്കുറിച്ച് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അന്വേഷണം നടത്തും. കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെ ഇത് അന്യായമായ നടപടിയാണെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉപഭോക്തൃ ചൂഷണത്തോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ആൻഡ്രോയിഡുകാരിൽ നിന്നും ഐഫോണുകാരിൽ നിന്നും വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്നുവെന്ന വാർത്ത സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു പ്രഹ്ലാദ് ജോഷിയുടെ പ്രതികരണം. അതേസമയം ഓൺലൈൻ ടാക്സിയിൽ മാത്രമായി ഈ അന്വേഷണം ഒതുങ്ങില്ല. ഫുഡ് ഡെലിവറി ആപ്പുകളിലും ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലും ഇത്തരത്തിൽ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാനും മന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. ഒരേ ദൂരമുള്ള യാത്രയ്ക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ കുറവ് നിരക്കും, എന്നാൽ ഐഫോണിൽ നിന്ന് ബുക്ക് ചെയ്താൽ കൂടുതൽ ചാർജും ഈടാക്കുന്നുവെന്നായിരുന്നു ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവച്ചത്. എന്നാൽ ഫോണിനെ അടിസ്ഥാനമാക്കി യാത്രാ നിരക്ക് നിശ്ചയിക്കുന്ന നയം തങ്ങൾക്കില്ല എന്നാണ് ഊബറിന്റെ വിശദീകരണം. ബുക്ക് ചെയ്ത സമയം, ദൂരം, ഒരു നിർദ്ദിഷ്ട പ്രദേശത്തെ ക്യാബുകളുടെ തത്സമയ ഡിമാൻഡ് തുടങ്ങിയ ഘടകങ്ങളാണ് നിരക്കിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമെന്നാണ് ഈ വിഷയത്തിൽ കമ്പനിയുടെ പ്രതികരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.